ഹലോ, ഞാനല്ലേ ഷോപ്പിൽ പോയപ്പോൾ കപ്പ് കേക്കിൻ്റെ കുറച്ച് മോൾഡ് വാങ്ങിയിട്ടാണ്. കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് വാങ്ങിയത് തന്നെയാണ്. പക്ഷേ ഉണ്ടല്ല, കേക്ക് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ എപ്പോൾ കേക്ക് ഉണ്ടാക്കിയാലും അത് ഫ്ലോപ്പ് ആയിരിക്കും. എനിക്കങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയിട്ട് കിട്ടാറേ ഇല്ല. ഇന്നിപ്പോൾ ഞാൻ ഇതൊരു പരീക്ഷണാർത്ഥം ഇറങ്ങിയതാണ്. ഇവിടെ ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട് കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട്. ഇനിയിപ്പോൾ അതാ ഒരു വിസ്ക് വെച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബീറ്റർ വെച്ചിട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. വിസ്ക് വെച്ചിട്ടാണ് കുറച്ച് ടൈം എടുക്കും, ബീറ്റർ ആകുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും. എന്നിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ഏകദേശം 5 ടേബിൾ സ്പൂണോളം ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുള്ള എത്രയാണോ മുട്ട എടുക്കുന്നത് അതിൻ്റെ ഒരു ടേബിൾ സ്പൂൺ അധികം എന്ന രീതിയിലാട്ടോ ഞാൻ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് പൊടികളായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാനല്ലേ കുട്ടികൾ എപ്പോഴും പറയും കേക്ക് ഉണ്ടാക്കണമെന്ന്, പക്ഷേ ഈ ഒരു ഫ്ലോപ്പ് ആവുമെന്നുള്ള പേടി കൊണ്ട് കേക്ക് ഉണ്ടാക്കാറില്ല. വീഡിയോസിൽ ഞാൻ അധികം കേക്കിൻ്റെ റെസിപ്പീസ് ചെയ്യാറില്ല. എല്ലാ ഫുഡ് ഉണ്ടാക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, കേക്ക് ഉണ്ടാക്കാനും ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ ചിലപ്പം ഉണ്ടാക്കിയ ഫ്ലോപ്പ് ആവുമോ എന്നുള്ളൊരു പേടി കൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കേക്ക് ഐറ്റംസിൻ്റെ വീഡിയോസ് വളരെ കുറവാണ് എൻ്റെ വീഡിയോസിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് ചെയ്യൽ. ഇതാ പൊടികളായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. ഇതിനിടയിലേ നമുക്കില്ലേ ഒരു അടികെട്ടിയുള്ള ഒരു പാത്രം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അടച്ച് വെച്ചിട്ട് ചൂടാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇനിയിപ്പം നമുക്ക് എന്താക്കാം, നമ്മുടെ മോൾഡില്ലേ കപ്പ് കേക്കിൻ്റെ മോൾഡ്, അതിൽ കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് സ്പ്രെഡാക്കിയിട്ട് വെക്കുക. അതിലേക്ക് നമുക്ക് ഈ ഒരു ബാറ്റർ ഓരോന്നിലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമുക്കിതിൽ വേണമെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി അങ്ങനെ എന്തെങ്കിലും മുകളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് അല്ലെങ്കിൽ നട്ട്സ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ അതിലേക്ക് ചോക്കോ ചിപ്സ് ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു മോൾഡിലേക്ക് കുറച്ചായിട്ട് ബാറ്ററി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് പറ്റിയ ചെറിയൊരു ഫ്ലോപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു മോൾഡ് ഞാൻ കുറച്ച് നിറയെ ഒഴിച്ചിട്ടുണ്ട്. ശരിക്കും ഇത് നമുക്ക് കുറച്ചൊരു മീഡിയം ഒരു 1/4 ഭാഗം ആ ഒരു രീതിയിൽ ഒഴിച്ചാൽ മതിയാവും കേട്ടോ. ഞാനിതിൻ്റെ ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. കാരണം ഇത് വെന്ത് വന്ന സമയത്ത് കുറച്ചൊന്ന് പുറത്തേക്ക് ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് നമ്മളൊരു അരഭാഗം ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനിത് കപ്പ് കേക്ക് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. കേക്കൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിലും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നും കേക്ക് ഉണ്ടാക്കി കിട്ടാറില്ല. നമ്മൾ മറ്റ് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന പോലെയൊന്നും ഉണ്ടാക്കി കിട്ടാറില്ല. ഈ ഒരു കപ്പ് കേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയിപ്പം ഇതിൻ്റെ എല്ലാം നമ്മൾ ഉണ്ടാക്കി നോക്കണമല്ലോ. ഉണ്ടാക്കിയിട്ട് അതിൽ എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നെക്സ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് ചേഞ്ച് വരുത്തിയിട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യാമല്ലോ. ഏകദേശം ഒരു 45 മിനിറ്റ് എടുത്തു കേട്ടോ ഈ ഒരു കപ്പ് കേക്ക് ബേക്ക് ചെയ്ത് വരാൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ചാനൽ മസ്റ്റായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.